ജീവിതത്തിലെ അനുഭവങ്ങൾ അതെന്തു തന്നെയായിരുന്നാലും അത് നമ്മെ എത്ര ആഴത്തിൽ വേദനിപ്പിക്കുന്നതോ ദുഃഖത്തിലാഴ്ത്തുന്നതോ വിപരീതമായി ബാധിക്കുന്നതോ ആയിരുന്നാലും ആ അനുഭവത്തെ നമ്മിൽ ഉളവാക്കുന്ന വ്യക്തികൾ, ആ അനുഭവം നമുക്ക് പകർന്നു തരുന്ന വ്യക്തികൾ, വിപരീതമായ അനുഭവങ്ങൾ നിരന്തരമായി നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന വ്യക്തികൾ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിരന്തരം നമ്മെ ഉപദ്രവിക്കുന്നതോ പീഡിപ്പിക്കുന്നതോ പരിഹസിക്കുന്നതോ പല നിലകളിൽ നമ്മെ പിന്തുടർന്നുകൊണ്ട് ദുഃഖത്തിലാഴ്ത്തുന്നതുമായ വ്യക്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ആ വ്യക്തികളോട് നാം വളരെ ആഴത്തിൽ വൈരാഗ്യവും വെറുപ്പും വകയും ഭയവും പുലർത്തുന്നുമുണ്ടാകും. അങ്ങനെ നമ്മെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ സൃഷ്ടിച്ചു തരുന്ന വ്യക്തികളൊക്കെയും നമ്മുടെ ശത്രുക്കളായി മാറും. ശത്രുത നമ്മിലുണ്ടാക്കുന്നത് ശാരീരികമായ വിപരീത ഫലങ്ങളാണ് എങ്കിൽ പകയും വെറുപ്പും വിദ്വേഷവും നമ്മിലുണ്ടാക്കുന്നതും അതൊക്കെ തന്നെയാണ്. അത് നമ്മുടെ ആരോഗ്യത്തെയും ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും ഒരു പക്ഷെ നമ്മുടെ ദീർഘായുസ്സിനെ പോലും ബാധിക്കുന്ന തരത്തിൽ അനുഭവങ്ങൾ ഈ വിധം നാം നമുക്കെതിരെ തന്നെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ഒരു അനുഭവവും വിപരീതമായിരിക്കാൻ, പ്രതികൂലമായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിണാമ വഴിയിൽ വിപരീതമായ അനുഭവങ്ങളോട് പോരാടിയോ ആ അനുഭവങ്ങളിൽ നിന്ന് ഭയന്നോടിയോ ആണ് നാം പരിണമിച്ച് വന്നിട്ടുള്ളത്. ഉരക വർഗ മസ്തിഷ്കങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ അഥവാ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസസ് ഒക്കെയും നമ്മെ ജീവിതത്തിലെ അനുഭവങ്ങളെ വിപരീതമായി ഉൾക്കൊള്ളുവാൻ നിരന്തരം പ്രേരിപ്പിക്കുന്നവയാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മെ വിപരീതമായ അനുഭവങ്ങൾ നൽകി വേദനിപ്പിക്കുന്ന വ്യക്തികൾ അവരെവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ട് അവർ നമുക്കിടയിൽ ജീവിക്കുന്നു, എന്തുകൊണ്ട് അവർ നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മുടെ സുഹൃത്തുക്കളുടെയോ നമ്മുടെ സമൂഹത്തിൻ്റെയോ ഭാഗമായി മാറിയിരിക്കുന്നു, എന്തുകൊണ്ട് അവർ മറ്റൊരു സമൂഹത്തിലോ മറ്റൊരു കുടുംബത്തിലോ ജനിച്ചിട്ടില്ല. കാരണം ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ. പിന്നെയും എന്തുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ സമ്മാനിക്കുന്ന ആളുകൾ എനിക്ക് ചുറ്റും അണിനിരക്കുന്നു? എന്തുകൊണ്ട് അവർ എന്നെ നിരന്തരം വിടാതെ പിന്തുടരുന്നു? എന്തുകൊണ്ടാണ് അവർ എന്നെ ഇങ്ങനെ നിരന്തരം വേദനിപ്പിക്കുന്നത്? ധാരാളം ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശ കലർന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ അതിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു തുടർച്ചയുടെ ഭാഗമായി കണക്കാക്കാനായാൽ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാന ശിലയായ പുനർജന്മ സിദ്ധാന്തങ്ങളിലേക്ക് ഈ അനുഭവങ്ങളെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഈ ജീവിതത്തിൽ നമ്മെ വിപരീതമായ അനുഭവങ്ങൾ നൽകി ദുഃഖിപ്പിക്കുന്ന വ്യക്തികളൊക്കെയും ഈ ജീവിതമെന്ന നാടകവേദിയിൽ, രംഗവേദിയിൽ നമുക്കൊപ്പം അവരവരുടെ റോളുകൾ ആടിത്തിമർക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളവരാണ് എങ്കിലും അവർ നമ്മെ പോലെ തന്നെ അവർക്കും ഏതോ ഒരു ജീവിതത്തിന്റെ ബാക്കി പത്രമായി
ഈ ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചേ തീരൂ എന്നുണ്ടെങ്കിലോ അവർക്ക് അവരായി തീർന്നിരിക്കുന്ന ആ അവസ്ഥയെ അവർക്ക് എങ്ങനെ പിന്നെ നിഷേധിക്കാൻ സാധിക്കും? ഒരുപക്ഷെ നാം ഇപ്പോൾ അനുഭവിക്കുന്ന അവരിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നാം അനുഭവിക്കേണ്ടതാണ് എങ്കിലും അത് നമ്മെ അനുഭവിക്കുന്നതിന് കൂടിയാണ് ഇവരൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ളത് എങ്കിലോ അത് അനുഭവിക്കാനും അതിൽ വേദനിക്കാനും അതിൽ ദുരിതം അനുഭവിക്കാനും യോഗ്യരാണ് നാം എങ്കിലോ ആ യോഗ്യതയിലേക്ക് നയിച്ച പൂർവജന്മാർജിതമായ ഒരുപാട് വിപരീത അനുഭവങ്ങൾ നാം ഇവർക്ക് ഏതോ ജന്മത്തിൽ കൊടുത്തിട്ടുള്ളവരാണ് എങ്കിലോ ഇവർ അത് നമുക്ക് സമ്മാനിച്ചല്ലേ പറ്റൂ.